എല്ലാവർക്കും നമസ്കാരം. ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് പുതുതായിട്ട് വാഹനങ്ങൾ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഇൻഫർമേഷനാണ്. നമ്മൾ ഒരു വാഹനം വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ RTO കൊണ്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്നത് ടെമ്പററി പെർമിറ്റാണ്. 6 മാസത്തോളമാണ് ടെമ്പററി പെർമിറ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. ഈ ഒരു കാലാവധിയിലാണ് നമ്മൾ വാഹനത്തിൻ്റെ ഫാൻസി നമ്പറുകളൊക്കെ നമ്മൾ ബുക്ക് ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു മാസത്തിൽ നിശ്ചിത നമ്പർ മാത്രമേ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇഷ്ടമൊരു നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 6 മാസത്തെ കാലാവധി ഇത്ര നാൾ വലിയ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വാർത്തകൾ നിറഞ്ഞിരുന്നൊരു കാര്യമാണ് എറണാകുളം സ്വദേശിയായിട്ടുള്ളൊരു വ്യക്തി KL07 DG007 എന്ന് പറയുന്ന നമ്പർ 46,24,000 രൂപയ്ക്കാണ് ലേലത്തിൽ പിടിച്ചത്. അതുപോലെ തന്നെ 001 എന്ന് പറയുന്ന നമ്പർ 25 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്. നമ്മൾ പലരും വാഹനം വാങ്ങിക്കാൻ സമയത്ത് കൂടുതലും നമ്മൾ ഫാൻസി നമ്പറുകൾ നോക്കാറുണ്ട്. അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് വരുന്ന നമ്പറുകളോ അല്ലെങ്കിൽ 2255 പോലത്തെ നമ്പറുകളൊക്കെ നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്പറുകൾ എടുക്കാണ്ട് ഇതുവരെ നമുക്ക് 6 മാസത്തെ കാലാവധി നമുക്ക് ലഭിക്കുമായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ വാഹനങ്ങൾക്കും വെറും 45 ദിവസം മാത്രമേ ടെമ്പററി പെർമിറ്റിൻ്റെ വാലിഡിറ്റി കൊടുക്കുന്നുള്ളതാണ് അറിഞ്ഞത്. വീണ്ടും നമുക്കത് ഒരാഴ്ചയോളം മാത്രം നമുക്ക് കൂടുതൽ കോമ്പൗണ്ട് ഫീ അയച്ച് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് അറിയുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് MBTയുടെ വെബ്സൈറ്റുകളൊന്നും നമുക്ക് ലഭ്യമല്ല. പക്ഷേ ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ രജിസ്റ്റർ ആയിരിക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും 45 ദിവസത്തെ ഒരു കാലാവധിയിലാണ് TP ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അനൗദ്യോഗികമായിട്ട് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പലരും വാഹനങ്ങൾ എടുക്കുകയും 6 മാസത്തോളം നമുക്ക് TP കൊടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് രജിസ്റ്റർ ചെയ്യാതെ ആ ഒരു യെല്ലോ ബോർഡിൽ തന്നെ ഓടിക്കുന്നത് കൊണ്ടാണ് MBD ഇത്തരത്തിലൊരു നീക്കം എടുത്തെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പുതിയതായിട്ട് വാഹനങ്ങൾ എടുക്കാനുള്ളവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഫാൻസി നമ്പറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സീരീസ് വരുന്നതിനനുസരിച്ച് വാഹനങ്ങൾ ഡെലിവറി എടുക്കുക. 45 ദിവസം തന്നെ വാഹനം രജിസ്റ്റർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു മാറ്റം വന്നത് ജനങ്ങൾക്ക് സൗകര്യപ്രദമാണ്, അത് അസൗകര്യമാണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫാൻസി നമ്പറുകളെ കുറിച്ചുള്ള നിങ്ങളുടെ കോൺസെപ്റ്റുകൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫാൻസി നമ്പർ ഏതെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്താലും എല്ലാവർക്കും ഒന്ന് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഈ ഒരു കണ്ടൻറ്റ് പുതുതായിട്ട് വാഹനങ്ങൾ വാങ്ങിക്കുന്ന ആൾക്കാരിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. അതുപോലെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്.